Hello, good evening, Neeraja. Welcome to CBSE's first personalized chapter model tuition. Hello. Hello, Neeraja. Okay, can you unmute yourself? Hello. Yes, hello. Neeraja, am I audible? Yes, okay. So, Priya ma'am. Could you please close the door? Okay. So here we are dealing with the chapter square and square roots. Okay, and okay, Neeraja മുൻപ് ഏത് ചാപ്റ്ററിലായിരുന്നു മോൾ? നീരജ ഫസ്റ്റ് ഏത് ചാപ്റ്ററിലായിരുന്നു? പ്രീവിയസ് ചാപ്റ്റർ ഏതായിരുന്നു? റോബിൻസ? ഓക്കെ. യെസ്, നീരജ് ഏത് ചാപ്റ്ററിലായിരുന്നു മോള്? മുൻപ് ഏത് ചാപ്റ്ററിലായിരുന്നു? ഈ ഒരു സ്ക്വയർ ആൻഡ് സ്ക്വയർ മുൻപ് ഏത് ചാപ്റ്ററിലായിരുന്നു? അനങ്ങുന്നില്ല, ഓർമ്മയില്ല. ഓ അല്ല, മോള് മുൻപ് ഏത് ചാപ്റ്ററിലായിരുന്നു? മുൻപ് ഏത് ചാപ്റ്റർ ഇവിടെ പഠിച്ചേ? അത് ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ക്ലാസ് ആണോ? ഫസ്റ്റ് ക്ലാസ് അല്ല. ഓക്കെ, സോ അപ്പൊ ഏത് ചാപ്റ്റർ ആയിരുന്നു? ഓർമ്മയില്ല. റാഷൻ നമ്പേഴ്സ് ആണോ? ഡേറ്റ ഹാൻഡ്ലിംഗ് ആയിരുന്നു. ഓക്കെ. ആൻഡ് സ്കൂളിൽ ഏത് ചാപ്റ്റർ മോൾക്ക് ഇപ്പൊ എടുക്കുന്നത്? സോറി, എന്താ? അയ്യോ സോറി, കേൾക്കുന്നില്ല കേട്ടോ മോളെ, ഒന്നുകൂടെ പറയോ? ഡയറക്റ്റ് ആൻഡ് ഇൻവേഴ്സ് പ്രൊപ്പോർഷനോ? ഓ, ടെക്സ്റ്റ് ബുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ ഹിസ്റ്റോഗ്രാം ആണോ എടുക്കുന്നത്? അല്ലെ, മോൾ എന്താ പറയുന്നത്? ക്ലിയർ ആവുന്നില്ല. സോ ഒന്ന് ക്ലോസ് ആയിട്ട് സംസാരിക്കോ? ഓക്കെ, ബ്രിഡ്ജ് പ്രോഗ്രാം ആണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഫൈൻ, ക്ലിയർ ആയിട്ടോ. സോ നമുക്ക് ഇന്ന് നെക്സ്റ്റ് ഒരു പുതിയൊരു ചാപ്റ്ററിലോട്ട് പോവാം, സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ്. ഓക്കെ, ആൻഡ് ചാപ്റ്റർ നമ്മുടെ ബ്രിഡ്ജ് കോഴ്സ് എത്ര ഡേ വരെ ഉണ്ടാവും അത് പറഞ്ഞോ മോൾക്ക്? അതിന്റെ ടൈം ടേബിളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഹാഫ് മന്ത് ഉണ്ട്. അതായത് ഈ ഒരു ജൂൺ ഹാഫ് വരെ 15th വരെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ? ഓക്കെ, ഫൈൻ. സോ നമ്മൾ ഇതൊരു 1 ഓഫ് ദി 8th ഗ്രേഡിലെ ഒരു ചാപ്റ്റർ ആണോ, സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മുൻപത്തെ ക്ലാസ്സുകളിലെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? അതോ നമുക്ക് ചാപ്റ്റേഴ്സ് ടെക്സ്റ്റ് കിട്ടാത്ത കാരണം മോൾ ഇങ്ങനെ ജസ്റ്റ് ക്ലാസ് കാണുവാണോ ചെയ്യുന്നത്? അതോ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുകയാണോ? എന്താണ്, എങ്ങനെയാണ് മോൾ ക്ലാസ് കാണുന്നത് ഇപ്പോ? സീരിയസ് ആയിട്ട് പഠിക്കുകയാണ് ആണോ? ഓക്കെ. ആൻഡ് ബിഫോർ ദാറ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ സ്ക്വയർ നമ്പേഴ്സ് അറിയോ? മുൻപ് പഠിച്ചിട്ടുണ്ടോ മോള്? ഓൾറെഡി അറിയാം അല്ലെ? അപ്പൊ നമുക്ക് സ്ക്വയേഴ്സിന്റെയും ആൻഡ് സ്ക്വയർ റൂട്ട്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ഇന്ന് ചാപ്റ്ററിൽ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് ഡേ 1 ആണ് ഇന്ന് എടുക്കുന്നത്. ആൻഡ് സ്ക്വയർ നമ്പർ. എന്താണ് സ്ക്വയർ നമ്പർ? മീൻസ് എന്താ? വാട്ട് ഡസ് മീൻ ബൈ സ്ക്വയർ നമ്പർ? മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, വെരി ഗുഡ്. അതായത് വൺ സ്ക്വയർ അല്ലെ? 1 സ്ക്വയർ മീൻസ് 1 into 1. ഹിയർ വി മൾട്ടിപ്ലൈങ് 1 2 times. 1 into 1 1 ആണ്, ഓൾറെഡി അറിയാം. ആൻഡ് 2 അല്ലെ? 2 എടുക്കുക. 2 എന്ന് പറയുന്ന നമ്പറിന്റെ സ്ക്വയർ എങ്ങനെയാണ് നമ്മൾ പറയാ? 2 into 2. Okay, which is 4. And 3 into 3 is 9.
4 into 4 16, 5 into 5 25 അല്ലേ? നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഓരോ നമ്പേഴ്സിൻ്റെയും ആൻഡ് സ്ക്വയേഴ്സ് നമുക്ക് ഈസി ആയിട്ട് ദെൻ ടിൽ 10 വരെ നമുക്കറിയാം. സിമ്പിളായിട്ട് നമുക്ക് 10 വരെ ദെൻ വളരെ ഈസി ആയിട്ട് അറിയാം. അതൊക്കെയാണ് എന്ത്, ഒരു നമ്പറിനെ ആ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയർ നമ്പർ. ഓക്കെ, എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയർ നമ്പേഴ്സ്? എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, ഫസ്റ്റ് ആണ് വരുന്നത് പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, ഇഫ് എ നമ്പർ ഈസ് എൻഡ്സ് വിത്ത് 2, 3, 7 and 8 at units place, so it must not be a square number. അതായത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഓക്കെ, അതായത് ഇവർ പറയാണ് ഒരു നമ്പർ, ഫോർ എക്സാമ്പിൾ 27 എന്നൊരു നമ്പറാണ്. ഓക്കെ, ഈ 27ന്റെ 7 എന്താണ്? വൺസ് പ്ലേസ് ആണ് അല്ലേ? ആൻഡ് 2 എന്താ? 10th പ്ലേസ് ആണ്. ഓക്കെ, 27 7 എന്ന് പറയുന്നത് വൺസ് പ്ലേസ് ആണ് ആൻഡ് 2 10th പ്ലേസ് ആണ് അല്ലേ? സോ ഇഫ് എ നമ്പർ ഈസ് എൻഡ്സ് വിത്ത് 2, 3, 7 and 8 at its യൂണിറ്റ് പ്ലേസ് ഓർ യൂണിറ്റ് പ്ലേസിൽ ഈ പറയുന്ന 2, 3, 7, 8 ഈ പറയുന്ന ഈ 4 നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതൊരു സ്ക്വയർ നമ്പർ ആയിരിക്കില്ല എന്ന്. 27 ഒരു സ്ക്വയർ നമ്പർ ആണോ? അല്ല അല്ലെ? സംതിങ് ഏതെങ്കിലും ഒരു നമ്പറിന്റെ സ്ക്വയർ നമുക്ക് 27 പറയാൻ പറ്റില്ല. 25 അറിയാം, 5ന്റെ സ്ക്വയർ ആണ് 25, ബട്ട് 27 ഈസ് നോട്ട് ആൻ സ്ക്വയർ നമ്പർ അല്ലെ? 27 ഒരു സ്ക്വയർ നമ്പർ അല്ല, അതവിടെ പറയുന്നത്. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി? അതിന്റെ യൂണിറ്റ് പ്ലേസിൽ 7 എന്ന് പറയുന്ന നമ്പർ വന്ന കാരണം ഇതെന്തായിരിക്കില്ല, ഇതൊരു സ്ക്വയർ നമ്പർ ആയിരിക്കില്ല എന്ന് അവർക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും അല്ലെ? എക്സാമ്പിൾസ് ആണ് 132. 132ന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാ, അല്ലെങ്കിൽ വൺസ് പ്ലേസ് ഏതാ? 2 ആണ്. ഓക്കെ, സോ അതവിടെ പറയുന്നത് 2 എന്നാൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. And the next example again 72ന്റെ ലാസ്റ്റ് അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ് ഏതാ? 2 ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? 2 വന്ന കാരണം ഇതൊരു സ്ക്വയർ നമ്പർ ആയിരിക്കില്ല. ആൻഡ് അഗെയിൻ 28 എന്താ? അതിന്റെ യൂണിറ്റ് പ്ലേസിലെ 8 ആണ്. 8 വന്നാൽ ഇത് എന്താവില്ല, അതൊരു സ്ക്വയർ നമ്പർ ആവില്ല. ഓക്കെ, അപ്പോ ഈ ഒരു സ്ക്വയർ നമ്പർ അല്ലാത്തതിന്റെ എക്സാമ്പിൾസ് വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞേ, നീരജ് ഏതെങ്കിലും ഒരു എക്സാമ്പിൾസ് പറഞ്ഞേ. നമ്പർ വിച്ച് ഈസ് നോട്ട് ആൻ സ്ക്വയർ നമ്പർ. Yes, very good. 57 അല്ലേ? 57 because yes, introduction to she is requested നീരജ, ഹലോ. നീരജക്ക് ഏത് ചാപ്റ്റർ വേണ്ടേ? സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് അല്ലേ വേണ്ടേ? അതെ, ഓർ ഇൻട്രൊഡക്ഷൻ ടു ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ് ആണോ വേണ്ടേ? ഏത് ചാപ്റ്റർ മോള് പറഞ്ഞേ? സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ആണോ ഓർ ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ് ആണോ മോൾക്ക് വേണ്ടതെന്ന്? ശരിക്കും സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ആണ്. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ആണ്. May I go to then what about okay perfect squares. Okay, and if a number ends with 1, 4, 5, 6 and 7 at units place, so it may be a square number. Okay, ഇതിൽ എന്താ പറയുന്നത്? ഒരു നമ്പർ, ഓക്കെ, ഒരു നമ്പറിന്റെ എൻഡില് 1, 4, 5, 6 and 9 ഈ പറയുന്ന നമ്പേഴ്സിൽ ഏതെങ്കിലും ആണെങ്കിൽ, ഓക്കെ, ഏതെങ്കിലും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു സ്ക്വയർ നമ്പർ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. സോ ഇറ്റ് മേ ബി, ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിക്സ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ദെൻ നമുക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റില്ല അത് മീൻസ് ഇതൊരു സ്ക്വയർ നമ്പർ ആയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ 24 എന്ന് പറയുന്ന നമ്പർ ആണെങ്കിൽ 24ന്റെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലേസിലുള്ള ഡിജിറ്റ് 4 ആണ്. ബട്ട് നമുക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റും 24 സ്ക്വയർ നമ്പർ ആണെന്ന്? അല്ല.
25 ആണ് സ്ക്വയർ നമ്പർ, ആൻഡ് ബിഫോർ അതിന് മുൻപത്തെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ് അല്ലെ. ബട്ട് അപ്പൊ അതവിടെ പറയുന്നത് ലാസ്റ്റ് ഈ 1 5 4 6 9 ഒക്കെ വന്നാലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അത് ഷുവർ ആയിട്ട് പറയാൻ പറ്റില്ല അതൊരു സ്ക്വയർ നമ്പർ ആയിരിക്കും. ഓക്കെ, മേ ബി ആണ്. ഓക്കെ, ഇറ്റ് മേ ബി എ സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ നമ്പർ ആവാനും ആൻഡ് ഒരു സ്ക്വയർ നമ്പർ അല്ലാത്തതിന്റെയും എന്താണ് എക്സാമ്പിൾസ് നമ്മളിപ്പോൾ കണ്ടു അല്ലെ. ഇതാ താഴെ എക്സാമ്പിൾ ഉണ്ട്. 16 ഒരു സ്ക്വയർ നമ്പർ ആണ്, ബിക്കോസ് അതിന്റെ ഫസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് 6 ആണ്. സോ ഇതെന്തായി, ഒരു സ്ക്വയർ നമ്പർ ആയി. ബട്ട് അഗെയിൻ 1 5 15 ഉണ്ട്, പക്ഷെ എന്താ 15 എന്തല്ല സ്ക്വയർ നമ്പർ അല്ല. 5 വന്നിട്ടുണ്ട്, വൺസ് പ്ലേസിൽ 5 ഉണ്ട്, ബട്ട് ഇതെന്തല്ല ഒരു സ്ക്വയർ നമ്പർ അല്ല. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഒരു സ്ക്വയർ നമ്പറിന് വേറൊരു എക്സാമ്പിൾ പറഞ്ഞേ, ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ നീരജ. ഓ സോറി, 36. വെരി ഗുഡ്. 36 ഒരു സ്ക്വയർ നമ്പർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈസ് 36 എ സ്ക്വയർ നമ്പർ എന്നൊരു ക്വസ്റ്റ്യൻ അല്ലെ. സോ നമുക്ക് പറയാം 36ന്റെ ലാസ്റ്റ് 6 ഉണ്ട്. 6 വന്നാൽ എന്താവാനുള്ള ചാൻസ് ഉണ്ട്, അതൊരു സ്ക്വയർ നമ്പർ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് എന്ത് പറയാം, മേ ബി എ സ്ക്വയർ നമ്പർ എന്ന് പറയാം. ആൻഡ് നമുക്ക് എൻഷുർ ചെയ്യണം അല്ലെ. സോ എന്താ ചെയ്യുന്നത്, ഈ ഒരു 36ന്റെ അടുത്ത് കിടക്കുന്ന സ്ക്വയർ നമ്പേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം അല്ലെ. ഏതൊക്കെയാ, 25 ആൻഡ് 49 ആണ്. അതിന്റെ ഇടയിൽ 36 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 6ന്റെ സ്ക്വയർ ആണ്, നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് അത് ഷുവർ ആയിട്ട് പറയാം, 36 is an സ്ക്വയർ നമ്പർ, പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. ക്ലിയർ? ഓക്കെ. Okay. And ഓക്കെ, ഈ 3 നമ്പേഴ്സ് ഉണ്ട്, 56 74 ആൻഡ് 89. ഓക്കെ, ഈ 3 നമ്പേഴ്സിൽ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതാണ് ഒന്ന് പറഞ്ഞേ. വിച്ച് വൺ ഈസ് ദി പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ? ഓ സാറിന്റെ തന്നെ ശാലിൻ, സോറി ചേഞ്ച് ചെയ്തിരുന്നു. Started. Okay, then 56 അല്ലെ, 56 എന്താ ഒരു സ്ക്വയർ നമ്പർ ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ബട്ട് ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ്, ഫസ്റ്റ് പ്ലേസിലെ ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആണ് അല്ലെ, 6 ആണ്. ബട്ട് 56 എന്ന് പറയുന്ന നമ്പർ നമുക്ക് സ്ക്വയർ നമ്പർ ആണോ അല്ലേ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലെ. വി നോ ദാറ്റ് ബിഫോർ 56 നമുക്ക് 49 ആണ് സ്ക്വയർ നമ്പർ എന്ന് ഓൾറെഡി അറിയാം. 7ന്റെ സ്ക്വയർ ആണ് 49 അല്ലെ. ആൻഡ് വാട്ട് അബൌട്ട് 8ന്റെ സ്ക്വയർ നമ്പർ എന്താ, 64 ആണ് അല്ലെ, 64 ആണ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ അതിന്റെ ഇടയിൽ വേറെ നമ്പേഴ്സ് ഇല്ല അല്ലെ, വേറെ നാച്ചുറൽ നമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ 7 ആൻഡ് 8 ഇല്ല. നമുക്ക് എന്ത് പറയാം, വി ക്യാൻ കൺഫേം ദാറ്റ് 56 is not an സ്ക്വയർ നമ്പർ. ക്ലിയർ ആയോ?
നമുക്ക് ഓൾറെഡി അറിയുന്ന 49 ആൻഡ് 64 ഈ രണ്ട് സ്ക്വയർ നമ്പേഴ്സ് ആണോ ഉള്ളത് അല്ലെ. ഇനി ഇതിന്റെ ഇടയിൽ കിടക്കുന്ന നമ്പർ ഏതാ? 56 എന്ന് പറയുന്ന നമ്പർ ആണ്. ആൻഡ് ഈ 56 നമുക്ക് സ്ക്വയർ നമ്പർ ആണോ അല്ലേ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലെ. സോ നമുക്ക് എന്ത് പറയാം, ഇതിനിടയിൽ 7 ആൻഡ് 8ന്റെ ഇടയിൽ വേറെ ഒരു നാച്ചുറൽ നമ്പർ ഇല്ല. സോ നമുക്ക് അതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് ഒരു നമ്പർ പോലും എന്ത് പറയാൻ പറ്റില്ല, കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. സോ 56 ഇസ് നോട്ട് ആൻ സ്ക്വയർ നമ്പർ എന്ന് കൺഫേം ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? Okay. And 74. What about 74? 74 ഒരു സ്ക്വയർ നമ്പർ ആണോ? ഒന്ന് ചെക്ക് ചെയ്ത് നീരജ്. We can hear Manoj. Okay, നീരജ് കിട്ടിയോ? ഓക്കെ, സോ എങ്ങനെയാണ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നീരജ? അറിയില്ല. ഓക്കെ, മോൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ, മോൾ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ഓക്കെ നീരജ, ഹലോ. മോളെ കേൾക്കുന്നില്ല കേട്ടോ നീരജ്, ഐ കാൻ ഹിയർ യു. ഐ കാൻ ഹിയർ ഹെർ വോയിസ്. ഹലോ. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ നീരജ? ഓക്കെ ഓക്കെ ഓക്കെ. സോ 74 ഒരു സ്ക്വയർ നമ്പർ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അല്ലെ. സോ ഈ 74ന് തൊട്ട് മുൻപ് ഉള്ള സ്ക്വയർ നമ്പർ ഏതാ? നമ്മളൊന്ന് തിങ്ക് ചെയ്തേ, സ്ക്വയർ നമ്പർ ഏതാ? 64 ആണ്. ഓക്കെ, വെരി ഗുഡ്. സോ 64 ആണ്. അപ്പോൾ സാർ ഇവിടെ 64 എഴുതാണ് കേട്ടോ, 64. ആൻഡ് ആഫ്റ്റർ 64 കഴിഞ്ഞാലുള്ള സ്ക്വയർ നമ്പർ ഏതാ? 81. ഓക്കെ. സോ ഈ 64 എന്ന് പറയുന്നത് 8ന്റെ സ്ക്വയർ ആണ്. ആൻഡ് അഗെയിൻ 9ന്റെ സ്ക്വയർ ആണ് 81 അല്ലെ. ആൻഡ് ഇൻ ബിറ്റ്വീൻ 8 ആൻഡ് 9 എന്താണ് അവിടെ നമുക്ക് ഒരു നാച്ചുറൽ നമ്പർ ഇല്ല. 8നും 9നും ഇൻ ബിറ്റ്വീൻ 8 ആൻഡ് 9 അവിടെ ഒരു നാച്ചുറൽ നമ്പർ ഇല്ല അല്ലെ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഒരു സ്ക്വയർ, ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അവിടെ ദെൻ നമുക്ക് പറയാൻ പറ്റില്ല. സോ 74 എന്തല്ല, ഒരു സ്ക്വയർ നമ്പർ അല്ല. ഓക്കെ, ബട്ട് നമുക്കൊരു മേ ബി ഇത് സ്ക്വയർ നമ്പർ ആവാം. എന്തുകൊണ്ടാ? 74 എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് 4 എന്താ, അതൊരു സ്ക്വയർ നമ്പർ ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ലാസ്റ്റ് ഡിജിറ്റ് 4 ആണെങ്കിൽ അതൊരു സ്ക്വയർ നമ്പർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് എന്ത് പറയുന്നത്, ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ അവർ പറഞ്ഞത്. കണ്ടോ,
if a number ends with 1, 4, 5, 6 and 9 at units place, so it may be a square number. Okay, it may be a square number. അതൊരു സ്ക്വയർ നമ്പർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് നമുക്ക് എന്ത് വേണം, കുറച്ച് കൺഫർമേഷൻ വേണം. അതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്തെന്താ, ഈ 74 എന്ന് പറയുന്ന നമ്പറിന് മുൻപുള്ള നമ്പർ, മീൻസ് മുൻപ് 64 എന്ന് പറയുന്ന ഒരു സ്ക്വയർ ഉണ്ട്. ആൻഡ് ആഫ്റ്റർ 74 അല്ലെങ്കിൽ ആഫ്റ്റർ 64 നമുക്ക് എന്തുണ്ട്, 81 എന്ന് പറയുന്ന 9 ഒരു സ്ക്വയർ നമ്പർ ഉണ്ട് അല്ലേ. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഈ 8 ആൻഡ് 9 അവിടെ ഒരു നാച്ചുറൽ നമ്പറോ അല്ലെങ്കിൽ ഒരു നോർമൽ നമ്പറോ ഇല്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഈ ഒരു 74 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ നമ്പർ അല്ല എന്ന് കൺഫേം ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. ആൻഡ് ഈ 89 ഒന്ന് വർക്ക്ഔട്ട് ചെയ്തേ. വാട്ട് അബൌട്ട് 89? സോ ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ എന്താ വൈ എന്താണ് 89 ഒരു സ്ക്വയർ നമ്പർ അല്ല എന്ന് നമ്മൾ കൺഫേം ചെയ്ത് പറയാനുള്ള റീസൺ എന്താ? എന്താണ്? 89 തൊട്ട് മുൻപുള്ള സ്ക്വയർ നമ്പർ ഏതാ? ഓക്കെ, അല്ല 89 മുൻപുള്ള സ്ക്വയർ നമ്പർ ഏതാ? ബിഫോർ 89? 81. വെരി ഗുഡ്, 81 ആണ്. സോ ഓക്കെ, 81 ആണ്. ആൻഡ് ആഫ്റ്റർ 89 നമുക്ക് പറയുന്ന സ്ക്വയർ നമ്പർ ഏതാ? 100 ആണ്. ഓക്കെ. ആൻഡ് ഇൻ ബിറ്റ്വീൻ 81 ആൻഡ് 100 അവിടെ എന്തില്ല, വേറൊരു സ്ക്വയർ നമ്പർ ഇല്ല അല്ലെ. സോ നമുക്ക് എന്ത് കൺഫേം ചെയ്യാം, 89 ഈസ് നോട്ട് എ സ്ക്വയർ നമ്പർ എന്ന് കൺഫേം ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ 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 ഓക്കെ. ഹലോ വേദ ആൻഡ് ആദിഷ്, പ്രഹിൽ. Okay, so could you unmute yourself, Veda? Okay, okay. So square and square root ആണോ മോൾക്ക് വേണ്ടേ ചാപ്റ്റർ? Okay. Okay, fine. Okay, so let's start the session. Sir already just a few topics കഴിഞ്ഞു. അതായത് ഒന്നുമില്ല, സ്ക്വയർ നമ്പർ എന്താന്ന് പറയുന്നതാണ് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, നീരജ ഒന്നുകൂടെ കേൾക്കാട്ടോ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ സാർ ഫസ്റ്റ് മുതൽ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്. സ്ക്വയർ നമ്പർ. ഓക്കെ, ദ നമ്പർ യു ഗോട്ട് വെൻ യു മൾട്ടിപ്ലൈ ബൈ ഇറ്റ് സെൽഫ്, അതാണ് എന്ത് പറയുന്നത്, സ്ക്വയർ നമ്പർ. നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ, എന്താ, ഒരു നമ്പറിനെ ആ ഒരു നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. ഇഫ് ടേക്കിംഗ് 4. ഓക്കെ, നമ്മൾ 4 എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ 4ന്റെ സ്ക്വയർ നമ്പർ അറിയണം. ഓക്കെ, എന്താ 4ന്റെ സ്ക്വയർ ഏതാന്ന് അറിയണം. ഓക്കെ, സോ എന്താ നമ്മൾ എന്ത് ചെയ്യണ്ടേ, 4 എന്ന് പറയുന്ന നമ്പറിനെ 4 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. സോ നമുക്ക് എന്ത് കിട്ടി, 4ന്റെ സ്ക്വയർ 16 ഈസ് ദി സ്ക്വയർ നമ്പർ. ഓക്കെ, 16 ഈസ് ദി സ്ക്വയർ ഓഫ് 4 എന്ന് പറയാൻ പറ്റും. ക്ലിയർ? ഓക്കെ. ആൻഡ് വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 3 എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, 3 എന്ന് പറയുന്ന നമ്പറിന്റെ സ്ക്വയർ ഏതാന്ന് അറിയണം. സോ 3 സ്ക്വയർ, ദാറ്റ് മീൻസ് 3 into 3. ഓക്കെ, multiplying 3 itself. So 3 into 3 is equal to 9 അല്ലെ. അപ്പൊ 3യുടെ സ്ക്വയർ ആണ് നമുക്ക് 9 എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ, വാട്ട് അബൌട്ട് ആദിഷ്, റഹിൽ, വേദ, ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? Okay, good. And for example, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. 0, let's take the number 0. 0 into 0 is 0. Okay, and 2 into 2 is 4. 3 into 3 is 9. 4 into 4 again 16. 5 into 5 25. Okay, അപ്പൊ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ ഏതാ സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്യാട്ടോ. ദ നമ്പർ യു ഗെറ്റ് വെൻ യു മൾട്ടിപ്ലൈ ഇറ്റ് സെൽഫ്, ആ ഒരു നമ്പറിന് അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, സ്ക്വയർ നമ്പർ കിട്ടി. ഓക്കെ,
Clear? And perfect square. Okay, എന്താണ് perfect square നോക്കാം. If a number is ends with 2, 3, 7 and 8 at its unit place, so it must not be a square number. അതായത് ഒരു നമ്പറിന്റെ ones പ്ലേസിൽ, okay, ഒരു നമ്പറിന്റെ ones പ്ലേസിൽ, okay, let's take an example. Let's take 53. Okay, 53 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ 53യുടെ വൺസ് പ്ലേസ് അല്ലെ, 3 എന്ന് പറയുന്നത് വൺസ് പ്ലേസ് ആണ്, ആൻഡ് 5 tens place ആണ്. Okay, 3 ones place and 5 tens place ആണ്. സോ 3 എന്ന് പറയുന്ന നമ്പർ എന്താണ്? ഈ കാറ്റഗറി ഓഫ് നമ്പേഴ്സിൽ 2, 3, 7, 8 എന്ന് പറയുന്ന ഈ നമ്പേഴ്സിൽ വരുന്ന ഒരു നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു സ്ക്വയർ നമ്പർ അല്ല എന്ന് പറയാം. ഓക്കെ, അത് അവിടെ പറയുന്നത് ഇഫ് എ നമ്പർ ഈസ് എൻഡ്സ് വിത്ത് 2, 3, 7 and 8 at units place, so it must not be a square number. Okay, വേറെ എക്സാമ്പിൾസ് ഉണ്ട്. 132 അല്ലെ, 132ന്റെ ഫസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ വൺസ് ഡിജിറ്റ് 2 ആണ് അല്ലെ, ടെൻസ് 3 and 100 1 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു വൺസ് പ്ലേസിൽ 2 ആയ കാരണം എന്ത് പറയാൻ പറ്റും? ഇതൊരു സ്ക്വയർ നമ്പർ അല്ല എന്ന് കൺഫേം ചെയ്യാം. ആൻഡ് ലൈക്ക് ദ നെക്സ്റ്റ് എക്സാമ്പിൾ 72 അല്ലെ, 72ന്റെ വൺസ് പ്ലേസിൽ എന്താ 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതൊരു സ്ക്വയർ നമ്പർ അല്ല അല്ലെ. ആൻഡ് 28 നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് 28. സോ 28ന്റെ വൺസ് ഡിജിറ്റ് ഏതാ 8 ആണ്. ആൻഡ് അഗെയിൻ നമുക്ക് എന്ത് പറയാം? ഇതൊരു സ്ക്വയർ നമ്പർ ആയിരിക്കില്ല. ഓക്കെ, ആൻഡ് സ്ക്വയർ നമ്പർ അല്ല എന്ന് പറയാം. ഇനി നമുക്ക് സ്ക്വയർ നമ്പേഴ്സ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം. എന്താ? ഇഫ് എ നമ്പർ എൻഡ്സ് വിത്ത് 1, 4, 5, 6 and 9 at units place, so it may be a square number. Okay, ഇതെന്താ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ല, അതൊരു അല്ലെങ്കിൽ മീൻസ് കൺഫേം ചെയ്യാൻ പറ്റില്ല. എന്താ? അതൊരു സ്ക്വയർ നമ്പർ ആണെന്ന്. ഇറ്റ് മേ ബി എ സ്ക്വയർ നമ്പർ, അതൊരു സ്ക്വയർ നമ്പർ ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ. അതവിടെ പറയുന്നത് 1, 4, 5, 6, 9 ഈ പറയുന്ന ഡിജിറ്റ്സ്, ഈ 5 ഡിജിറ്റ്സ് നമുക്ക് വൺസ് പ്ലേസിൽ വരാണെങ്കിൽ അതെന്താ? അതൊരു സ്ക്വയർ നമ്പർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് എക്സാമ്പിൾ നോക്കാം. 16 എന്ന് പറയുന്ന നമ്പർ എടുത്താൽ നമുക്കറിയാം അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ് അല്ലെ. ലാസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലേസിലുള്ള ഡിജിറ്റ് എന്താ? 6 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 6 എന്ന് പറയുന്ന നമ്പർ വന്നാൽ അതൊരു സ്ക്വയർ നമ്പർ ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ 16 എന്ന് പറഞ്ഞാൽ 4 into 4 ആണെന്ന് ഓൾറെഡി അറിയാം അല്ലെ. അത് ഓൾറെഡി ഒരു സ്ക്വയർ നമ്പർ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ക്ലൂ വെച്ചിട്ട്, ഈ ഒരു സിമ്പിൾ ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ അതൊരു സ്ക്വയർ നമ്പർ ആണോ എന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റൂല എന്നാണ് ഇവിടെ ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. ഓക്കെ, ആൻഡ് 15 ഒരു നെക്സ്റ്റ് എക്സാമ്പിൾ ആണ്. 15 എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണ്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ദി നമ്പേഴ്സ് 15 ആൻഡ് 15ന്റെ ഫസ്റ്റ് പ്ലേസിലുള്ള നമ്പർ അല്ലെങ്കിൽ ഒരു ഡിജിറ്റ് 5 ആണ്. 15 അല്ലെ. അപ്പൊ അതിന്റെ വൺസ് പ്ലേസിലുള്ള ഡിജിറ്റ് ഏതാ? 5 ആണ്. അപ്പൊ 5 വന്നാൽ അതൊരു സ്ക്വയർ നമ്പർ ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ചാൻസ് ഉണ്ട്, ഇറ്റ് മേ ബി എ സ്ക്വയർ നമ്പർ ആണ്. ആൻഡ് നമുക്ക് എന്ത് പറയാം? അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആയത് കാരണമാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് പ്ലേസിലെ ഡിജിറ്റ് 5 ആയതുകൊണ്ട് കാരണമാണ് നമ്മൾ എന്താ അത് ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്, സ്ക്വയർ നമ്പർ ആവാൻ ചാൻസ് ഉണ്ടെന്ന്. ബട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതൊന്ന് എൻഷുർ ചെയ്യാനായിട്ട് അതിന്റെ തൊട്ട് മുൻപുള്ള സ്ക്വയർ നമ്പറും ആൻഡ് ശേഷമുള്ള സ്ക്വയർ നമ്പർ എടുക്കുകയാണ് അല്ലെ. ഏതാ? 9 and അല്ലെ. 9 3യുടെ സ്ക്വയർ ആണ് എന്ത്? 9 എന്ന് പറയുന്നത്. ആൻഡ് 4ന്റെ സ്ക്വയർ ആണ് 16 എന്ന് പറയുന്നത് അല്ലെ. ഇതിനിടയിലുള്ള ഒരു നമ്പർ ആണ് 15. ഓക്കെ, അപ്പോ ഈ 3 and 4 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ്, അതിനിടയിൽ വേറെ നാച്ചുറൽ നമ്പർ കാര്യങ്ങളും ഇല്ല അല്ലെ. 3യുടെയും 4ന്റെ ഇടയിൽ വേറെ നമ്പേഴ്സ് ഒന്നും ഇല്ല, ഐ മീൻസ് നാച്ചുറൽ നമ്പേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഈ ഒരു സപ്പോസ് ഒരു എക്സ് എന്ന് പറയുന്ന നമ്പറിന്റെ സ്ക്വയർ ആണ് 15 എന്ന് പറയാൻ പറ്റില്ല, കാരണം ദർ ഈസ് നോ എക്സ് അല്ലെ, ഒരു വാല്യൂ അവിടെ ഇല്ല. അപ്പൊ അതിന് നമുക്ക് എന്താ 15 എന്ന് പറയുന്ന നമ്പർ ഒരു സ്ക്വയർ നമ്പർ അല്ല എന്ന് കൺഫേം ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ആരവ്, ആദിഷ്, വേദ, നീരജ, ക്ലിയർ? ഓക്കെ. സോ ഈ ഒരു ഇത്രയും 1 to 20 നമ്പേഴ്സിന്റെ സ്ക്വയർ നമ്പേഴ്സ് നമുക്ക് എന്തായാലും എന്താ അത് ബൈ ഹാർട്ട് ആവണം കേട്ടോ. സോ എല്ലാവരും നോട്ട് ചെയ്യുക. 1 square 1, 2 square 4, 3 square 9, 4 square 16, 5 square 25, 6 square 36, 7 square 49, 8 square 64, 9 square 81, 10 square 100 അല്ലെ. ഇത് നമുക്ക് ഓൾറെഡി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ത്രൂ നമുക്കറിയാം. ആൻഡ് ഇനി നെക്സ്റ്റ് 11 square 121,
12 square 144, 13 square 169, 14 square 196, 15 square 225, 16 square 256, 17 square 289, and 18 square 324, 19 square 361, and finally 20 square 400. Okay, yes, you know till 15. Very good. Yes, sir, correct. Okay, Nirja, have you done? Yes. Yes, Adish. Okay, let me know if you have completed. Veda, done? Yes, okay, good. And the property of unit digit of a square number. The next heading, property of unit digit of a square number. Okay, അതായത് ഒരു എക്സാമ്പിൾ പറയാണ് 1 square and 9 square. Okay, so 1 square means 1 into 1 is equal to 1. നമുക്ക് ഓൾറെഡി അറിയാം. And 9 into 9 again 81. ഈ രണ്ട് സ്ക്വയർ നമ്പേഴ്സ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? Then ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം എന്താ? If a number has 1 or 9 in the units place, then its square end with 1. Okay, അതായത് ഒരു 1 or 9 ലാസ്റ്റ് യൂണിറ്റ് പ്ലേസിൽ വരുന്ന ഒരു നമ്പർ, അതൊരു 2 ഡിജിറ്റോ അല്ലെങ്കിൽ 1 ഡിജിറ്റോ ആൻഡ് 3 ഡിജിറ്റോ എത്ര ഡിജിറ്റ് ഉള്ള നമ്പർ ആണെങ്കിലും ആ ഒരു നമ്പറിന്റെ എൻഡ്, ആ ഒരു സ്ക്വയർ നമ്പർ, നമുക്ക് റിസൾട്ട് കിട്ടുന്ന സ്ക്വയർ നമ്പറിന്റെ എൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, let's take the number 11. Okay, 11 എന്ന് പറയുന്ന നമ്പർ. ഓക്കെ, 11ന്റെ സ്ക്വയർ എന്താ? 11 സ്ക്വയർ ഇസ് ഈക്വൽ ടു 121 ആണ് അല്ലെ? സോ ഈ 11 എന്ന് പറയുന്ന നമ്പറിന്റെ
വൺസ് ഡിജിറ്റ് എന്താ 1 ആണ്. ഓക്കെ, വൺസ് ഡിജിറ്റ് ആൻഡ് ടെൻസ് ഡിജിറ്റും 1 ആണ്, രണ്ടും 1 ആണ്. ആൻഡ് വൺ ഡിജിറ്റ് 1 ആയതുകൊണ്ട് ഇതിന്റെ റിസൾട്ട്, സ്ക്വയർ നമ്പറിന്റെ റിസൾട്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും എന്നാണ് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റിൽ. ആൻഡ് അഗെയിൻ 19 സ്ക്വയർ. ഓക്കെ, 19 സ്ക്വയർ എടുക്കുകയാണ്. 19 സ്ക്വയർ എത്രയാ? 361 ആണ് അല്ലെ, 361 ആണ്. സോ ലാസ്റ്റ് നമ്മൾ എടുക്കുന്ന നമ്പറിന്റെ വൺസ് പ്ലേസിൽ ഉള്ള നമ്പർ 9 ആണെങ്കിൽ, വൺസ് പ്ലേസിലുള്ള നമ്പർ 9 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ നമ്പർ എന്തായിരിക്കും? കിട്ടുന്ന നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് അത് അല്ലെങ്കിൽ അതെന്തായിരിക്കും? 1 ആയിരിക്കും. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇഫ് എ നമ്പർ ഹാസ് 1 or 9 ഇൻ ദ യൂണിറ്റ്സ് പ്ലേസ്, അതായത് നമ്മളിവിടെ എടുത്ത 11 and 19 ഈ രണ്ടുപേരുടെയും യൂണിറ്റ്സ് പ്ലേസ് 1 and 9 ആണ് റെസ്പെക്റ്റീവ്ലി. ആൻഡ് അങ്ങനെയാണെങ്കിൽ then its square ends with 1. ഈ ഒരു സ്ക്വയർ നമ്പറിന്റെ ലാസ്റ്റ് സ്ക്വയർ നമ്പർ ends with 1. ദാ 121 and 361. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ? ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. Okay. Then take 21. Okay, 21 എന്ന് പറയുന്ന നമ്പർ എടുക്കുക. 21ന്റെ സ്ക്വയർ. ഓക്കെ, 21ന്റെ സ്ക്വയർ എത്രയാ? 441 ആണ്. 441 ആണ്. സോ അഗെയിൻ 21 നമ്മൾ എടുത്ത നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ്സ് പ്ലേസിലെ ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. സോ ദെൻ സ്ക്വയർ എൻഡ്സ് വിത്ത് 1. കണ്ടോ, 441 ആണ്. അപ്പൊ അതിന്റെ നമ്പർ എൻഡ് ചെയ്ത് എന്താ? അഗെയിൻ 1ലാണ് അല്ലെ. അപ്പൊ ഇതാ പറയുന്നത് നമ്മൾ എടുക്കുന്ന നമ്പർ. ഓക്കെ, നമ്മൾ എന്താ എടുക്കുന്ന നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 and 9, 1 or 9 ഈ രണ്ട് നമ്പേഴ്സിലെ ഏതെങ്കിലും ഒന്നാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് കിട്ടുന്ന റിസൾട്ട് സ്ക്വയർ നമ്പർ എന്ന് പറയുന്നതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്ര? 1 ആയിരിക്കും. ഓൾവേസ് 1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് 3 and 4, 2 സ്ക്വയർ ആൻഡ് 8 സ്ക്വയർ. ഓക്കെ, 2 into 2 നമുക്ക് ഓൾറെഡി അറിയാം 4 ആണ്. ആൻഡ് 8 into 8 അഗെയിൻ 64 ആണ്. ഓക്കെ, 64 ആണ്. അപ്പോൾ ഇഫ് എ നമ്പർ ഹാസ് 2 or 8 ഇൻ ദ യൂണിറ്റ്സ് പ്ലേസ്. ഓക്കെ, നമ്മൾ എടുക്കുന്ന നമ്പറിന്റെ യൂണിറ്റ്സ് പ്ലേസിൽ 2 അല്ലെങ്കിൽ 8 ആണെങ്കിൽ, 2 അല്ലെങ്കിൽ 8 ആണെങ്കിൽ then its square ends with 4 ആയിരിക്കും. ആ ഒരു നമ്പറിന്റെ സ്ക്വയർ നമ്പറിന്റെ എൻഡ് എന്തായിരിക്കും? 4 ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. You can take 12 square അല്ലെ. 12 സ്ക്വയർ നമുക്കറിയാം 144 ആണ്. 12 സ്ക്വയർ ഈസ് 144. 12 സ്ക്വയർ ഈസ് 144. ആൻഡ് 18 സ്ക്വയർ അല്ലെ. 18 സ്ക്വയർ എന്താ? 18 സ്ക്വയർ എത്രയാ? 324. എത്രയാ? 300. യെസ്, ഓക്കെ, 324 ആണ് അല്ലെ. സോ എഗെയിൻ നോക്കിയ ഈ ഒരു 2 and 8 ആണ്. 12ഉം 18 ആണ് എടുത്ത ഈ രണ്ട് നമ്പേഴ്സിന്റെയും വൺസ് പ്ലേസ് എന്താ? 2 and അല്ലെങ്കിൽ 2 or 8 ആണ്. സോ ഇതിന്റെ റിസൾട്ട് വരുന്ന നമ്പർ, നമ്മുടെ റിസൾട്ട് വരുന്ന സ്ക്വയർ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് എന്ത് കിട്ടുന്നു? 4 കിട്ടുന്നുണ്ട്. ക്ലിയർ ആയോ? ആൻഡ് നമ്മളിപ്പോ 22 സ്ക്വയർ, 32 സ്ക്വയർ അല്ലെങ്കിൽ 28 സ്ക്വയർ, 38 സ്ക്വയർ ഈ പറയുന്ന നമ്മൾ എടുക്കുന്ന നമ്പറിന്റെ ലാസ്റ്റ് വൺസ് പ്ലേസിലുള്ള ഡിജിറ്റ് 2 or 8 ആണെങ്കിൽ ഓൾവേസ് അതിന്റെ സ്ക്വയർ നമ്പറിന്റെ ലാസ്റ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. അതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്തായിരുന്നു? 1 or 9 ആണെങ്കിൽ നമ്മുടെ റിസൾട്ടിംഗ് നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. 2 or 8 ആണെങ്കിൽ നമ്മുടെ റിസൾട്ടിംഗ് നമ്പറിന്റെ സ്ക്വയർ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. അതാണ് ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നവർ. ഓക്കെ, ദെൻ സാർ വാട്ട് അബൌട്ട് 99 into 99? ഓക്കെ, 99 into 99 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ എടുക്കുന്ന നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. 9 ആകുമ്പോൾ അതിന്റെ സ്ക്വയർ അല്ലെങ്കിൽ റിസൾട്ടിംഗ് നമ്പർ സ്ക്വയർ നമ്പർ എന്തായിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് ഓൾവേസ് 1 ആയിരിക്കും. 99 into 99 ഈസ് 99 into 99 എന്ന് പറയുന്നത് എത്രയാ? 9801 ആണ് അല്ലെ. സോ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയേ 1 അല്ലേ. അപ്പൊ നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയില്ലേ? ആദിഷ്
Okay, and yes, what will be the ones digit in the square of the following numbers? Don't try it. What will be the ones digit in the square of following numbers? കിട്ടുന്നുണ്ടാവും 1 2 3 4 ഫസ്റ്റ് നമ്പർ ആണ്. ക്ലിയർ ആയോ? കിട്ടുന്നുണ്ടോ? What will be the ones digit in the square of following numbers? Okay, then also move for so first but 2 or 3 കിട്ടുന്നില്ല. Okay, okay, നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് നോക്കാം. 1 2 3 4 എന്ന് പറയുന്ന ഒരു നമ്പർ ആണ് അല്ലെ. നമുക്ക് ഇവിടെ എന്താ വേണ്ട? ഈ ഒരു നമ്പർ, ഓക്കെ, ഈ ഒരു നമ്പറിന്റെ സ്ക്വയർ നമ്പർ എടുക്കുകയാണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഓർ വൺസ് ഡിജിറ്റ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. വേർഡ് വിൽ ബി ദി വൺസ് ഡിജിറ്റ് ഇൻ ദി സ്ക്വയർ ഓഫ് ഫോളോയിങ് നമ്പേഴ്സ്. ഈ 1 2 3 4 എന്ന് പറയുന്ന നമ്പറിന്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാന്ന് വിചാരിക്കുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ടിങ് നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതായിരിക്കും, അല്ലെങ്കിൽ ഏത് നമ്പർ ആയിരിക്കും? ഇപ്പൊ നമ്മൾ 1 9 ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ഓർ 9 ആണെങ്കിൽ റിസൾട്ടിങ് നമ്പറിന്റെ ലാസ്റ്റ് 1 ആണെന്ന് പഠിച്ചു. ആൻഡ് അഗെയിൻ നമ്മൾ എടുക്കുന്ന നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഓർ യൂണിറ്റ്സ് പ്ലേസിലെ ഡിജിറ്റ് 2 ഓർ 8 ആണെങ്കിൽ സ്ക്വയർ നമ്പറിന്റെ റിസൾട്ടിലെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാ 4 ആണെന്ന് പഠിച്ചു അല്ലെ. ബട്ട് ഇവിടെ നോക്കുക, നമ്മൾ എടുക്കുന്ന നമ്പർ 4 ആണ്. ഇതിന്റെ വൺസ് പ്ലേസിലെ അല്ലെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. സോ 4 സ്ക്വയർ ഈസ് 16 ആണ് അല്ലെ. 4 സ്ക്വയർ 16 ആണ്. സോ നമുക്ക് റിസൾട്ട് കിട്ടുന്ന നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഓൾവേസ് എന്തായിരിക്കും? 6 ആയിരിക്കും. ക്ലിയർ ആയോ? ആരാ വേദ, നീരജ്, ക്ലിയർ ആയോ? ഓക്കെ, അതാണ് സിമ്പിൾ പ്രോബ്ലം ആണ്. ആൻഡ് വാട്ട് അബൌട്ട് 26,387 ഈ ഒരു നമ്പർ ഉണ്ടോ? ഇതിന്റെ യൂണിറ്റ്സ് പ്ലേസ് 7 ആണ്. ഓക്കെ, ഇതിന്റെ യൂണിറ്റ്സ് പ്ലേസ് 7 ആണ്. സോ ദ റിസൾട്ടിംഗ് നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ റിസൾട്ടിംഗ് നമ്പർ?
ഓക്കെ, ഇനി ലാസ്റ്റ് നമ്പർ നോക്കാം കേട്ടോ. 52,000. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തില്ല അല്ലെ. 26,387. ഓക്കെ, ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ് അല്ലെ. യൂണിറ്റ് വൺസ് പ്ലേസിലെ ഡിജിറ്റ് 7 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 7 ആയതുകൊണ്ട് ഇതിന്റെ സ്ക്വയർ 7 സ്ക്വയർ 49 ആണ് അല്ലെ. സോ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 9 ആയിരിക്കും. ലാസ്റ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. ക്ലിയർ ആയോ? സെക്കൻഡ് ക്വസ്റ്റിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. ഇതിന്റെ ആൻസർ എന്താ? 6 ആണ്. ആൻഡ് സെക്കൻഡ് വൺ 9 ആണ്. വാട്ട് അബൌട്ട് 52,698 അല്ലെ? നമ്മൾ എടുക്കുന്ന ഈ ഒരു നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഓർ യൂണിറ്റ് പ്ലേസിലെ നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. 8 ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 64 4 ആയിരിക്കും ലാസ്റ്റ് വരുന്നത്. 4. ക്ലിയർ ആയോ? ഓക്കെ, എനി ഡൗട്ട്സ്? ഓക്കെ, ക്ലിയർ ആയല്ലേ? നമുക്ക് നോക്കാം. എന്താ ഈവൻ ആൻഡ് ഓഡ് സ്ക്വയേഴ്സ്? ആരവ്? യെസ്, ഏതാ? അല്ല, ഇത് സ്ക്വയർ നമ്പർ ആണോ എന്നല്ല ക്വസ്റ്റ്യൻ. ഈ ഒരു നമ്പറിന്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ആ സ്ക്വയർ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞില്ലേ, ലാസ്റ്റ് 3 or 7 ആണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? എൻഡ് ചെയ്യുന്ന ഡിജിറ്റ് എന്തായിരിക്കും? 9 ആയിരിക്കും. ലെറ്റ്സ് ടേക്ക് 13 സ്ക്വയർ 169, 17 സ്ക്വയർ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞില്ലേ, ഡിസ്കസ് ചെയ്തില്ലേ? ഓക്കെ, അതേപോലെ ആൻഡ് ഇപ്പോ ഈ ഒരു 7 and 3 ആണെങ്കിൽ ഇത് ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. 1 and 9 ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 and 9 ആണെങ്കിൽ എന്താ? അതിന്റെ റിസൾട്ടിങ് നമ്പർ അല്ലെങ്കിൽ സ്ക്വയർ നമ്പർ എൻഡ് ചെയ്യുന്നത് 1-ലായിരിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്തു. 11 എടുത്താൽ 121 വന്നു. ആൻഡ് 19 എടുത്താൽ എന്ത് വന്നു? 19 എടുത്താൽ 361 വന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി 19 എടുത്താൽ ആ ഒരു സ്ക്വയർ നമ്പറിന്റെ ആ ഒരു പെർട്ടിക്കുലർ നമ്പറിന്റെ സ്ക്വയർ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. 121 361 അല്ലെ. 1 ആണ് ലാസ്റ്റ് വന്നത്. എഗെയിൻ 2 and 8 എടുത്താൽ ആ ഒരു നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഓൾവേസ് എന്തായിരിക്കും? സ്ക്വയർ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. എന്തുകൊണ്ടാ? 2 into 4 and 8 into 8 64 അല്ലെ. 4 and 4 ആ വരുന്നത്. സോ ആ റിസൾട്ടിങ് സ്ക്വയർ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. ആൻഡ് 3 and 7 എടുക്കുകയാണെങ്കിൽ 3 സ്ക്വയർ 9 ആണ്, 7 സ്ക്വയർ 49 ആണ് അല്ലെ. സോ 9. സോ നമ്മൾ എടുക്കുന്ന നമ്പറിന്റെ ഇപ്പോൾ 23 അല്ലെങ്കിൽ 33 43 27 37 47 ഏതൊരു നമ്പറിന്റെയും റിസൾട്ടിങ് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ സ്ക്വയർ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 9 ആയിരിക്കും. ആൻഡ് ഇവിടെ ലാസ്റ്റ് ഒരു പ്രോപ്പർട്ടി നോക്കാം. 4 6 വരാണെങ്കിൽ നമ്മൾ എടുക്കുന്ന നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 and 6 വരാണെങ്കിൽ ആ ഒരു റിസൾട്ടിങ് നമ്പർ അല്ലെങ്കിൽ അതിന്റെ സ്ക്വയർ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 6 ആയിരിക്കും. ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. പ്രോപ്പർട്ടി ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ അതങ്ങനെ. ഇനി ഈവൻ ആൻഡ് ഓഡ് നമ്പർ. ഓക്കെ, ഈവൻ ആൻഡ് ഓഡ് സ്ക്വയർസ് ആണ്. If a number is odd, so its square is also odd. If a number is even, so its square is also even. Let's take 16. 16 എന്ന് പറയുന്ന നമ്പർ 4 സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ 4 എന്ന് പറയുന്ന നമ്പർ എന്താ? ഒരു ഈവൻ നമ്പർ ആണ് അല്ലെ. 4 ഒരു ഈവൻ നമ്പർ ആണ്. സോ ഈ 4ന്റെ സ്ക്വയറും എന്തായിരിക്കും? ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ക്ലിയർ ആയോ? Clear. And
5 സ്ക്വയർ 25 ആണ് അല്ലെ, 5 സ്ക്വയർ 25 ആണ്. സോ 5 എന്താ ഒരു ഓഡ് നമ്പർ ആണ്. സോ അതിന്റെ റിസൾട്ട് 5 സ്ക്വയർ അല്ലെങ്കിൽ ആ സ്ക്വയർ നമ്പറിന്റെ റിസൾട്ട് എന്താ 25 ആണ്. 25 എന്താ ഓഡ് നമ്പർ ആണ് അല്ലെ, കണ്ടോ, ഇതാണ് പറയുന്നത്. ആൻഡ് 11 സ്ക്വയർ നമുക്കറിയാം 121 ആണ്. സോ ഈ ഒരു 121 എന്ന് പറയുന്നത് എന്തായി ഒരു ഓഡ് നമ്പർ ആണ്. എന്തുകൊണ്ടാ 11 ഒരു ഓഡ് നമ്പർ ആണ് അല്ലെ. ഇതാ നെക്സ്റ്റ് എക്സാമ്പിൾ 12 സ്ക്വയർ എന്താ 12 ഒരു ഈവൻ നമ്പർ ആണ്. അതിന്റെ റിസൾട്ട് ആയിട്ടുള്ള 12 സ്ക്വയർ 144 എന്താ അതൊരു ഈവൻ നമ്പർ ആണ്, കണ്ടോ. ആൻഡ് 7 എന്താ ഓഡ് നമ്പർ ആണ്. 7 സ്ക്വയറിന്റെ റിസൾട്ട് 49 അല്ലെ, 49 എന്താ ഒരു ഓഡ് നമ്പർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കുന്ന നമ്പർ ഓഡ് ആണെങ്കിൽ അതിന്റെ സ്ക്വയർ എന്തായിരിക്കും ഓഡ് ആയിരിക്കും. ആൻഡ് നമ്മൾ എടുക്കുന്ന നമ്പർ ഈവൻ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ എന്തായിരിക്കും ഈവൻ ആയിരിക്കും. ക്ലിയർ ആയോ പ്രിയ മാം? പ്ലീസ്. Yes. The numbers between square numbers. Okay, the numbers between square numbers. We can find some numbers between two consecutive square numbers by finding the square numbers of any two number. Okay, let's take one square. Yes. No. 40 ആവുമ്പോൾ വിളിച്ചാൽ മതി. 740. 1 സ്ക്വയർ 1 ആണ്. 2 സ്ക്വയർ എന്താ 4 ആണ്. 2 സ്ക്വയർ 4 ആണ് അല്ലെ. സോ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. 1 and 2 എന്ന് പറയുന്നത് എന്താ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. യെസ് ആദിഷ്. ഈവൻ നമ്പറിൽ കോൺസിക്യൂട്ടീവ് നമ്പർ ഇല്ല. 2 4 6 8 10 അത് കോൺസിക്യൂട്ടീവ് അല്ലല്ലോ. അത് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആണ്, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ല. ഓക്കെ ഇവിടെ ഇതല്ല മോനെ കോൺസെപ്റ്റ് എങ്ങനെയല്ല. വി ക്യാൻ ഫൈൻഡ് സം നമ്പേഴ്സ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് സ്ക്വയർ നമ്പേഴ്സ്. കോൺസിക്യൂട്ടീവ് സ്ക്വയർ നമ്പേഴ്സ് ഏതൊക്കെയാ 1 4 9 16 ഇതെല്ലാം കോൺസിക്യൂട്ടീവ് സ്ക്വയർ നമ്പേഴ്സ് ആണ്. I means 1 കഴിഞ്ഞാൽ 4 ആണ് നെക്സ്റ്റ് സ്ക്വയർ നമ്പർ, ആൻഡ് നെക്സ്റ്റ് സ്ക്വയർ നമ്പർ ഈസ് 9 ആൻഡ് ദി നെക്സ്റ്റ് 16 ആൻഡ് ദി നെക്സ്റ്റ് 25 അല്ലെ. ഇതെല്ലാം കോൺസിക്യൂട്ടീവ് സ്ക്വയർ നമ്പേഴ്സ് ആണ്. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് മീൻസ് സിംപ്ലി 1 2 3 4. ഓക്കെ ആൻഡ് then 1 സ്ക്വയർ 1 2 സ്ക്വയർ 4 അല്ലെ. അപ്പൊ ഇവിടെ കോൺസിക്യൂട്ടീവ് സ്ക്വയർ നമ്പേഴ്സ് ആണ് 1 and 4 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ 1 നും 4 നും ഇടയിൽ എന്തുണ്ടാവും നമ്പേഴ്സ് ഉണ്ട്, നോർമൽ നമ്പേഴ്സ് ഉണ്ട്. ആൻഡ് 2 സ്ക്വയർ 4 ആണ്, 3 സ്ക്വയർ 9 ആണ്. ഇൻ ബിറ്റ്വീൻ 4 and 9 എത്ര നമ്പേഴ്സ് ഉണ്ട് 5 6 7 8 അല്ലെ, 4 നമ്പേഴ്സ് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ 1 and 4 എന്താ 2 നമ്പേഴ്സ് ഉണ്ട്. ലെറ്റ്സ് ടേക്ക് 1 സ്ക്വയർ 1 2 സ്ക്വയർ 4 2 square 4 3 square 9 5 6 7 8 3 square 9 4 square 16 10 11 12 13 14 15 കണ്ടോ. നമ്മൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുക്കുകയാണ്. 1 സ്ക്വയർ 1 2 സ്ക്വയർ 4 അല്ലെ. 1 and 4 ടു കോൺസിക്യൂട്ടീവ് സ്ക്വയർ നമ്പേഴ്സ് ആണ്. ഇൻ ബിറ്റ്വീൻ 1 and 4 എന്തുണ്ട് 2 and 3 രണ്ട് നമ്പേഴ്സ് ഉണ്ട് അല്ലെ. ആൻഡ് 2 സ്ക്വയർ 4 3 സ്ക്വയർ 9 ഇൻ ബിറ്റ്വീൻ 4 and 9 അവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട് 4 നമ്പേഴ്സ് ഉണ്ട്. 5 6 7 and 8 അല്ലെ. ഇനി എന്താ 3 സ്ക്വയർ 9 ആണ്, 4 സ്ക്വയർ 16 ആണ്. ഇൻ ബിറ്റ്വീൻ 9 and 16 they have 6 നമ്പേഴ്സ് അല്ലെ. അപ്പൊ ഇതൊരു പാറ്റേൺ നോക്കാം. 2 4 6 ഒരു പാറ്റേൺ കണ്ടോ. ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ ഒരു ഇക്വേഷൻ ത്രൂ പറയാൻ പറ്റും. എങ്ങനെയാ there are 2n non perfect square numbers between the square of the numbers n and n plus 1. Let's take the line. ഈ ഒരു ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ n and n plus 1 2 ആണ് ഇവിടുത്തെ n എന്ന് പറയുന്നത്. സോ n plus 1
എന്താ അവിടെ 3 ആണ് അല്ലെ. n+1 3 ആയിരിക്കും. n is equal to 2 ആണെങ്കിൽ n+1 ഇവിടെ എന്താ 3 ആണ് അല്ലെ. ഈ n-ന്റെയും n+1-ന്റെയും സ്ക്വയറിന് ഇടയിൽ എത്ര നോൺ സ്ക്വയർ നമ്പേഴ്സ് ഉണ്ടാവും എന്ന് പറയുന്നത് 2n സ്ക്വയർ നമ്പേഴ്സ് ഉണ്ടാവും അല്ലെ. n is equal to 2, അതായത് 2 into 2 4 നോൺ സ്ക്വയർ നമ്പേഴ്സ് ഉണ്ടാവും. 4 നോൺ സ്ക്വയർ നമ്പേഴ്സ് ഉണ്ടാവും. അതാണ് ആരൊക്കെയാ 5 6 7 8. ക്ലിയർ ആയോ? നമ്മള് രണ്ട് നമ്പേഴ്സ് n is equal to 2 and n+1 is equal to 3 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സിന്റെ സ്ക്വയർ നമ്പേഴ്സ് എടുക്കുകയാണ്. 4 and 9 ആണ്. In between the square numbers 4 and 9 they have 4 non-square numbers. They have 4 non-square numbers. Okay, അപ്പൊ ആ ഒരു കൗണ്ട് 4 എന്ന് പറയുന്ന കൗണ്ട് എവിടെ നിന്ന് കിട്ടിയേ? അതാണ് ഈ ഒരു ജനറൽ ഇക്വേഷൻ ത്രൂ പറയുന്നത്. n and n+1 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സിന്റെ ഈ രണ്ട് നമ്പേഴ്സിന്റെ ഇടയിൽ, ഈ രണ്ട് സ്ക്വയർ നമ്പേഴ്സിന്റെ ഇടയിൽ നമുക്ക് എന്താ 2n നോൺ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് എല്ലാവരും നോട്ട് ചെയ്യോ എല്ലാവരും? ഓക്കെ, so ഇതിന്റെ ഫൈനൽ റിസൾട്ട് ചെയ്താട്ടോ, there are 2n non-perfect square numbers between the square of the numbers n and n+1. Prahil, have you done? Okay, കംപ്ലീറ്റ് ആയെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് ആയോ ആരവ്? ഓക്കെ. And what about Veda? Clear ആയോ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഗുഡ്. സോ നിങ്ങൾക്ക് എക്സാമ്പിൾസ് വേണമെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ട് നോട്ട് ചെയ്താൽ it will be better.
കംപ്ലീറ്റ് ചെയ്തോ? ഇത് കംപ്ലീറ്റ്, ഇത് മീൻസ് ഇത് എഴുതാട്ടോ, എല്ലാവരും എഴുതാ. Okay, and yes, how many non-zero numbers are there in between 98 square and 99 square? Okay, so ഇതെല്ലാവരും ഒന്ന് workout ചെയ്തേ. How many non-square numbers are there in between 98 square and 99 square? Yes, Adish. 196. Then 196. So how you got this? Oh, yes, very good. അതായത് ഇവിടെ n is equal to 98 and n plus 1 is equal to 99 ആണ് അല്ലേ? സോ ഇതാണ് നമ്മൾ എന്ത് പ്രോപ്പർട്ടി പറഞ്ഞേ, n and n plus 1 ആയിട്ടുള്ള രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, ഇതിന്റെ സ്ക്വയേഴ്സിന്റെ ഇടയിൽ എത്ര 2n നോൺ സ്ക്വയർ നമ്പേഴ്സ് ഉണ്ടാവുന്നു അല്ലേ? ഹിയർ n is equal to 98, so 2 into 98 196 നോൺ സ്ക്വയർ നമ്പേഴ്സ് ഉണ്ടാവും. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നീരജ, വേദ, പ്രഹിൽ, ആരവ്, ആദിഷ്, ക്ലിയർ ആയോ? സോ നമ്മൾ 98 ആൻഡ് 99 എന്ന് പറയുന്ന ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. ഓക്കെ, ഓക്കെ. സോ ഈ ഒരു how many natural numbers lie between 9 square and 10 square? How many natural numbers lie between 9 square and 10 square? And what about in between 11 square and 12 square? Okay, first one ചെയ്യാം. 9 സ്ക്വയറിന്റെയും 10 സ്ക്വയറിന്റെയും ഇടയിൽ ഇൻ ബിറ്റ്വീൻ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാകുന്നു? അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ചെയ്ത് തന്നെയാണ്. നാച്ചുറൽ നമ്പേഴ്സ് ആർ നമ്പേഴ്സ് ബോത്ത് ആർ സെയിം. അപ്പോ ഇതൊന്ന് നോക്കട്ടെ. ഇത് ഓക്കെ, വേദ ഒന്ന് പറഞ്ഞേ. ആ, 9 സ്ക്വയർ എത്രയാ? 81. വെരി ഗുഡ്, 81. ആൻഡ് 10 സ്ക്വയർ
100 ആണ് അല്ലെ. ഇൻ ബിറ്റ്വീൻ 81 ആൻഡ് 100 എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്കിത് എങ്ങനെ ചെയ്യാം? ഇപ്പൊ നമ്മൾ ചെയ്തതാണ് അല്ലെ. ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് n is equal to 9 and here n plus 1 10 അല്ലെ. n plus 1 10. ഈ രണ്ട് നമ്പേഴ്സിന്റെ സ്ക്വയർ നമ്പേഴ്സിന്റെ ഇടയിൽ n സ്ക്വയറിന്റെയും n പ്ലസ് 1 സ്ക്വയറിന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞ ഇപ്പൊ പ്രോപ്പർട്ടി 2n നമ്പേഴ്സ് ഉണ്ടാവുന്നത് അല്ലെ. സോ ഇത് രണ്ടും സെയിം അല്ലേ. 2n ഇവിടെ എന്ത് വന്നു ഇപ്പോ 2 into 9 2 into 9 18 നമ്പേഴ്സ് ഉണ്ടാവും അല്ലെ. 81 ഇൻ ബിറ്റ്വീൻ 82 to 99 വരെ 82 മുതൽ 99 വരെ എത്ര നമ്പേഴ്സ് 18 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടെന്ന് ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും അല്ലെ. സോ ഇത് തന്നെയാണ് ബോത്ത് ആർ സെയിം. ഓക്കെ, ക്ലിയർ ആയോ? ആൻഡ് നെക്സ്റ്റ് വൺ 11 സ്ക്വയർ ആൻഡ് 12 സ്ക്വയർ എത്രയായിരിക്കും? 11 സ്ക്വയർ ആൻഡ് 12 സ്ക്വയർ yes Adish. Oh, sorry. Okay. Let me check. $1.18. Oh, 1 point. Okay, 1. The answer of first one is 18. Okay. And 11 square. 11 square 121 ആണ്. And 12 square എത്രയാ 144 ആണ് അല്ലെ. In between 121 and 144 എത്രയാ 2 into 11. Here n is equal to 11. So 22 ആയിരിക്കും ആൻസർ വരുന്നത് അല്ലെ. 22 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. In between അല്ലെ, here n is equal to 100. So 2n numbers അല്ലെ, 2n നോൺ സ്ക്വയർ നമ്പേഴ്സ് ഉണ്ടാവും. That means 2 into 100 200 numbers. കിട്ടിയോ ആരോ? Done. And the okay, let me check. Here n is equal to 90, so 2n is equal to 2 into 90 180. Very good. Then the third one, here n is equal to 1000, 2n is equal to 2 into 1000, which is 2000. Clear ആയോ എല്ലാവർക്കും? ഇതല്ലേ കിട്ടിയ നീരജ് ആൻഡ് വേദ, പ്രഹിൽ? Okay, very good. Okay, so exam is activated. So എല്ലാവരും എക്സാം എഴുതാം കേട്ടോ. ഫസ്റ്റ് എല്ലാവരും എക്സാം എഴുതാം. എക്സാം എഴുതിയിട്ട് നമുക്ക് റിവിഷൻ സെഷനിലോട്ട് പോവാം.
Yes. Exam activity ആയില്ല. Wait. Okay, exam complete ആയെങ്കിൽ okay. നീരജ, okay, wait. Okay, Adish. Yes. Okay, yes, you got 9 on 10. Okay. Very good. Okay. നീരജ് എക്സാം ഒന്ന് റിഫ്രഷ് ചെയ്യോ? ഇപ്പോൾ ആക്ടിവിറ്റി ചെയ്യാൻ നോക്കോ നീരജ്? ഹലോ. No. They need the same exam of square and square root. Hello. No, but the student need the exam of square and square root. Hello. Wait. Okay, then നീരജ 1 minute എക്സാം ആക്ടിവിറ്റി അപ്പോൾ ഞാൻ പറയാം. സോ നമുക്കിപ്പോൾ ഈ ഒരു സെഷനിലോട്ട് പോകാം. Can we say whether the following numbers are perfect squares? How do we know? Okay, എങ്ങനെയാണിത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നത്. സോ ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് എല്ലാവരും.
സോ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? 6 നമ്പേഴ്സ് ഉണ്ട്. എക്സാം ഐ ഡി മറ്റേ കൊടുക്കാം. ശരിയോ? കൃത്യമായിട്ട് എനിക്കൊന്ന് ടൈപ്പ് ചെയ്ത് വിടോ? ഏത് എക്സാമാ വേണ്ടത്, ഏത് ബാച്ചിലേക്ക്, ഏത് ചാപ്റ്ററിലേക്കാ വേണ്ടതെന്ന് കൂടി പറ. അപ്പൊ ഞാൻ അതുപോലെ ഇടാം. Completed. Okay. Then, okay, Adish. Yes, yes. 1057 എന്ന് പറയുന്ന നമ്പർ എടുക്കാം. ലെറ്റ്സ് ടേക്ക് ദി നമ്പർ. സോ നമുക്കത് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണോ എന്ന് എങ്ങനെ കൺഫേം ചെയ്യാം? We have already know that ലാസ്റ്റ് ഡിജിറ്റ് അല്ലെ, ദ ലാസ്റ്റ് ഡിജിറ്റ് ഏതാ? 2378 വന്നാൽ ആ ഒരു നമ്പർ എന്താവില്ല? പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഫസ്റ്റ് സ്ലൈഡ്സിൽ നമ്മൾ പഠിച്ചതാണ്. പിന്നെ 4, 1, 4 ആൻഡ് 6 ഒക്കെ വരാണെങ്കിൽ, 1, 4, 5, 6 ഒക്കെ വരാണെങ്കിൽ അതെന്തായിരിക്കും? സ്ക്വയർ നമ്പർ ആയിരിക്കും എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ. സോ 1057ന്റെ 1 ഡിജിറ്റിലെ നമ്പർ ഏതാ? 7 ആണ്. സോ ഇതെന്തായിരിക്കില്ല? നോട്ട് a perfect square. And second one, 23,453. again 3 ആണ് എന്ത്? വൺസ് പ്ലേസിലുള്ള ഡിജിറ്റ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ.
ക്ലിയർ ആയോ വേദ, ആരവ്, Rahil and Neeraj. Okay. And the third one ഏതാ 7928 അല്ലേ? ഈ ഒരു നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാ 8 ആണ്, അല്ലെങ്കിൽ വൺസ് പ്ലേസിലുള്ള ഡിജിറ്റ് ഏതാ 8 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതും നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയാം അല്ലേ. ഇനി the fourth one 2,22,222 അല്ലേ. അഗെയിൻ ലാസ്റ്റ് ഡിജിറ്റ് എന്താ 2 ആണ് അല്ലെ. 2378 വന്നാൽ നമുക്ക് എന്ത് പറയാം, അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല എന്ന് പറയാം അല്ലെ. അഗെയിൻ ദ റിസൾട്ട് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇനി ഇതിന്റെ ഫിഫ്ത്ത് വൺ എന്താ 1069 ആണ്. 1069 ആണ്. അപ്പൊ നമുക്ക് എന്താ, ഇറ്റ് മേ ബി എ സ്ക്വയർ നമ്പർ അല്ലെ. കൺഫേം ചെയ്യാൻ പറ്റില്ല അല്ലെ. സാർ ഓൾറെഡി പറഞ്ഞു, ഈ പറഞ്ഞ 1 4 5 6 9 ആണെങ്കിൽ നമുക്ക് ഇറ്റ് മേ ബി എ സ്ക്വയർ നമ്പർ, അതൊരു സ്ക്വയർ നമ്പർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് നമുക്ക് അതിന് എന്ത് ചെയ്യണം, ആ ഒരു നമ്പറിന്റെ തൊട്ട് മുൻപിലെ ആൻഡ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, ഓക്കെ, ഈ നമ്പേഴ്സ് സ്ക്വയർ നമ്പേഴ്സ് ചെക്ക് ചെയ്യണം. നമുക്ക് പറയാം 32 സ്ക്വയർ അല്ലെ. 32 സ്ക്വയർ എന്താ 1024 ആണ്. ആൻഡ് 33 സ്ക്വയർ 1089 ആണ് അല്ലെ. 1024 എന്താ 32ന്റെ സ്ക്വയർ ആണ്. ആൻഡ് അഗെയിൻ 33 സ്ക്വയർ 1089 ആണ് അല്ലെ. ആൻഡ് ദി നമ്പർ 1069 is in between 1024 and 1089 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ആൻഡ് എന്താണ് 1069 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയോ? ക്ലിയർ. ഇനി നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 2061 ഒരു സ്ക്വയർ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലെ. We know that 45 square 2025 അതേപോലെ 2116 അല്ലെ. ഇതിനിടയിലുള്ള നമ്പർ ആണ് 2061. ആൻഡ് നമുക്ക് എന്ത് കൺഫേം ചെയ്യാം, ഈ 2061 ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കില്ല എന്ന് കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, കിട്ടിയോ? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Next question. Let me change the PPT. 1 minute. Okay. The first question, a perfect square always ends in. Correct option ഏതാ? A perfect square always ends in. Option A 0 1 4 5 6 or 9. Option 2 2 3 7 or 8. And option 3 or C 1 3 7 or 9. And option D 2 4 6 or 8. Which one is correct?
യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ എ അല്ലേ. 0, 1, 4, 5, 6 or 9 അല്ലേ. 0 എങ്ങനെ വരുന്നത്? 10 സ്ക്വയർ അല്ലേ. 100, 10 സ്ക്വയർ, 100, 100 സ്ക്വയർ, 10,000 അല്ലേ. ഇവിടുത്തെ സീറോസിന്റെ കൗണ്ടിന്റെ അല്ലേ ട്വൈസ് ആയിരിക്കും നമ്മുടെ റിസൾട്ടിങ് സ്ക്വയർ നമ്പറിലെ സീറോസിന്റെ കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ എ, ഓപ്ഷൻ എ, ഓപ്ഷൻ എ. ആൻഡ് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ, the square root of 1936 is, the square root of 1936 is എന്തായിരിക്കും? Yes, Arav. Foot. And one more. വേറൊരു ഓപ്ഷൻ കൂടെ വരാനുള്ള ചാൻസ് ഇല്ലേ? നോക്കി ചെക്ക് ചെയ്തേ. 46. ഓക്കെ, അതൊരു ഇറ്റ് മേ ബി 46 കറക്റ്റ് ആണ്. ബിക്കോസ് 46 ആണ്, ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. സോ 6 into 6 is 36 അല്ലേ. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് നമ്മുടെ സ്ക്വയർ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ 46 ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഗുഡ്. ആൻഡ് വൺ മോർ, 44 ആയിക്കൂടെ? 44, 4 into 4 is 16. സോ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. 44 ആയിക്കൂടെ? ഓക്കെ, ലെറ്റ് മീ ചെക്ക്. 44, it's 44. ഓക്കെ, 44 ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ക്ലിയർ ആയോ? ഓക്കെ. ആൻഡ് ദി തേർഡ് ക്വസ്റ്റ്യൻ, if the area of a square is 784 centimeter square, then its side length is what? Option A, 26, 27, 28 and 29. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരു സ്ക്വയർ അല്ലേ. ലെറ്റ്സ് ടേക്ക് എ സ്ക്വയർ ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇതിന്റെ ഏരിയ, ഓക്കെ, ഏരിയ ഓഫ് ദി സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 784 ആണ്. 784 ആണ്. സോ ഈ ഒരു സൈഡ്, സപ്പോസ് എ ഏരിയ of the square is a square. The equation is a square. Okay, if then ഒരു സൈഡ്, ഓക്കെ, ഒരു സൈഡ് എ ആണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്ത് വന്നു? എ ഇൻറ്റു എ. സൈഡ് ഇൻറ്റു സൈഡ് ഈസ് ഏരിയ ഓഫ് ദി സ്ക്വയർ. സോ എ ഇൻറ്റു എ സ്ക്വയർ. എ സ്ക്വയർ ആയിരിക്കും ഏരിയ വരുന്നത് അല്ലേ. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 784 ആണ്. 784 ആണ്. അങ്ങനെയാണെങ്കിൽ എ എത്രയായിരിക്കും? എന്താ? എ എന്ന് പറയുന്ന നമ്പറിന്റെ സ്ക്വയർ ആണ് 784 അല്ലെ. അതല്ല ഇവിടെ മീൻ ചെയ്യുന്നത്. എ എന്ന് പറയുന്ന നമ്പറിന്റെ സ്ക്വയർ ആണ് 784. അപ്പോ ഏതാണ് ആ ഒരു നമ്പർ? എ. അതേതാണ് ചാൻസ് ഉള്ളത്? 784 ആണ്. സോ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. 4 ആണെങ്കിൽ 4 വരണമെങ്കിൽ ഏതായിരിക്കും? 2 or 8 അല്ലേ. 2 or 8 ആയിരിക്കും ലാസ്റ്റ് നമ്മുടെ റിസൾട്ടിങ് നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 വരാണെങ്കിൽ ആ ഒരു നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ പ്രോപ്പർട്ടിയിൽ പഠിച്ചു അല്ലെ. 2 or 8 ആണെങ്കിൽ 2 into 2 4, 8 into 8 64. സോ 4 ആണ് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത്. സോ നമ്മുടെ ഈ ആൻസർ എന്തായിരിക്കും? ഒന്നുകിൽ 2 വെച്ചിട്ട് നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ 8 വെച്ചുള്ള നമ്പർ ആയിരിക്കും. സോ ഹിയർ ഓപ്ഷൻസിൽ എന്തില്ല? 22 അല്ലെങ്കിൽ 2 ലാസ്റ്റ് 2 വരുന്ന ആളില്ല അല്ലെ. അപ്പോ ഒബ്വിയസ്ലി ഏതായിരിക്കും? 28. ഓപ്ഷൻ സി 28 ആയിരിക്കും കറക്റ്റ് ആൻസർ. 28 സ്ക്വയർ ഈസ് 784.
84. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയോ? ഒന്ന് എല്ലാവരും ഒരു തംസ് അപ്പ് അയച്ചേ. ക്ലിയർ ആയോ? ആരോ ക്ലിയർ ആയോ? നോ, ക്ലിയർ ആയില്ല. ഓക്കെ. ഓ, ഓപ്ഷൻസ് ഇല്ലെങ്കിൽ, ഓപ്ഷൻസ് ഇല്ലെങ്കിൽ 784 നമുക്കറിയാം. 30 സ്ക്വയർ, നമുക്ക് കുറച്ച് നമ്പേഴ്സിന്റെ സ്ക്വയർ നമ്പേഴ്സ് നമ്മൾ പഠിച്ചു വെക്കുക. അതായത് ഫോർ എക്സാമ്പിൾ 30 സ്ക്വയർ, ഇത് നമുക്ക് ഈസി ആയിട്ട് പറയാം. എന്താ? 900 ആണ് അല്ലേ? സോ ഒബ്വിയസ്ലി എന്തായിരിക്കും? 30ക്ക് എബോവ് ആയിരിക്കും. ആൻഡ് 25ന്റെ സ്ക്വയർ നമുക്ക് ഓൾറെഡി അറിയാം. എന്താ? 625 അല്ലേ? കുറച്ച് നമ്പേഴ്സ് നമ്മൾ 20 സ്ക്വയർ 400, 15 സ്ക്വയർ 225, അങ്ങനെ കുറച്ച് നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഈസി ആയിട്ട് നമുക്കൊരു മീൻസ് മൈൻഡ് കാൽക്കുലേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇൻ ബിറ്റ്വീൻ നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് ഇമാജിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് മൈൻഡിൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കുറച്ച് നമ്പേഴ്സിന്റെ അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക അല്ലെ? അപ്പോൾ 30യുടെ സ്ക്വയർ 900 ആണ്. ആൻഡ് 25ന്റെ സ്ക്വയർ 625 ആണ്. സോ 784 ഇൻ ബിറ്റ്വീൻ ഈ പറയുന്ന 900 ആൻഡ് 625 ആണ്. ആൻഡ് വൺ മോർ പ്രോപ്പർട്ടി കൂടെ അവിടെ അപ്ലൈ ചെയ്യുക. എന്താ? ലാസ്റ്റ് ഡിജിറ്റ് 784ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 4 ആണ്. 4 ആണെങ്കിൽ 2 or 8 ആയിരിക്കും വരുന്നത്. 2 or 8 ആയിരിക്കും വരുന്നത് അല്ലെ? 2 or 8 നമുക്ക് കൺഫേം ചെയ്യാം. എന്താ? 25നും 30ക്കും ഇടയിലായിരിക്കും നമ്മുടെ റിസൾട്ട്. ഓക്കെ, നമ്മുടെ റിസൾട്ട് എന്തായാലും 25നും 30ക്കും ഇടയിലായിരിക്കും. സോ 22 എന്തായാലും വരാൻ ചാൻസ് ഇല്ല. ദെൻ 28 ആയിരിക്കും റിമൈനിങ് ഓപ്ഷൻ. സോ 28 ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആയി? ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇതെല്ലാവരും നോട്ട് കേട്ടോ. Which of the following number is not a perfect square? Which of the following number is not a perfect square? Okay, ഇതൊന്ന് കണ്ടുപിടിച്ച എല്ലാവരും. Okay, Arav, hello. Option D. Okay, let me check. 144 അല്ലെ? 144 is the square of 12. 12 square is 144. And what about 169? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ? കുറച്ച് 1 to 20 നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. Is 13 square അല്ലെ? 169 is the square of the number 13. 13 square ആണ് 169 എന്ന് പറയുന്നത് അല്ലെ? ഇനി what about 196? 196. What about 196? Yes, it's 14 square അല്ലെ? 196 is the square of 14. 14 square ആണ് 196 എന്ന് പറയുന്നത്. And 2250. The remaining option is 2250. Okay, so option D ആയിരിക്കും correct answer. Okay, കിട്ടിയോ? നീരജ് and പ്രഹിൽ, ആരവ്, വേദ, ക്ലിയർ ആയോ? Clear. Okay.
if x square is equal to നോക്കട്ടെ if x square is equal to 729 find the possible values of x. If x square is equal to 729 find the possible values of x. ഇത് ഏതായിരിക്കും ഏതൊരു നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 729 ആയിരിക്കും. And just ensure that ഞാൻ ഓൾറെഡി പറഞ്ഞു 25ന്റെ സ്ക്വയർ 625 ആണ്. നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് അല്ലേ. ആൻഡ് അഗെയിൻ 30 സ്ക്വയർ ഈസ് ഈക്വൽ ടു 900. 30 square is equal to 900 ആണ്. And the number 729 is in between 625 and 900. And 729 ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. ഓക്കെ, 9 ലാസ്റ്റ് വരണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് എടുക്കാൻ ചാൻസ് ഉള്ള നമ്പേഴ്സ്? 26, 27, 28, 29. These four numbers are in between 25 and 30. Okay, 25 and 30. So അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും നമ്മുടെ റിസൾട്ട് നമ്പർ ഏതായിരിക്കും? ആരോ? Yes, very good. 27. അതെങ്ങനെയാ? 26 means the last digit of 26 is 6. Then the result will be something 6. Okay, the last digit should be 6. And coming to 27, the last digit of the number 27 is 7, and the resulting number will be the last digit is again 9. 27 ആണ്. So 7 into 7 49 ആണ്. 9 ആയിരിക്കും നമ്മുടെ റിസൾട്ടിംഗ് നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് കമ്മിങ് ടു 28 ആണെങ്കിൽ 28ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 8 ആണ്. സോ 8 into 8 is 64. Then the resulting നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. ആൻഡ് അഗെയിൻ കമ്മിങ് ടു 29, 9 into 9 is 81 ആണ്. ആൻഡ് നമ്മുടെ റിസൾട്ടിംഗ് നമ്പർ 29ന്റെ സ്ക്വയറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. ക്ലിയർ ആയോ? നീരജ, വേദ, ആരവ്, പ്രഹിൽ, ക്ലിയർ? And find the square root of 2025 using prime factorization. Okay, ഇത് നിങ്ങൾ ഓൾറെഡി 6th ഗ്രേഡിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഓർമ്മയുണ്ടോ? നീരജ, വേദ, യെസ് ഓർ നോ? No. Okay, Veda? Yes. Okay. നീരജ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് സാർ ഒന്നുകൂടെ പറയാം. നമ്മൾ ലോവർ ഗ്രേഡ്സിൽ പഠിച്ചിട്ടുണ്ട്. സാർ ഒന്നുകൂടെ പറയാം. സോ പ്രൈം നമ്പേഴ്സ്. ഓക്കെ, വാട്ട് ആർ പ്രൈം നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സ് എന്താ? ഓക്കെ, നമ്മൾ ഒരു നമ്പർ എടുക്കുകയാണ്. ലെറ്റ്സ് ടേക്ക് 4 എന്ന് പറയുന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? That means 4 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 1 into 4 is equal to 4, 2 into 2 is equal to 4, and again 4 into 1 is equal to 4. അല്ലേ? ഈ ഒരു 3 പോസിബിലിറ്റീസ് നമുക്ക് എന്തിനുള്ളൂ? 4 എന്ന് പറയുന്ന നമ്പർ വരാനുള്ളൂ. സോ 1, 2, 4. 1, 2, 4 എന്ന് പറയുന്ന 3 നമ്പേഴ്സ് ആണ് 4ന്റെ ഫാക്ടേഴ്സ്. The factors of 4 are 1, 2 and 4. ഇത് ക്ലിയർ ആയോ? The factors of 4 എന്ന് പറയുന്നത് 1, 2 and 4 ആണ്. And let's take an example 10. Okay, 10 എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ
10 എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ 10 നമുക്ക് 1 into 10 is equal to 10 എന്ന് എഴുതാം. ആൻഡ് 2 into 5 is equal to 10 എന്ന് എഴുതാം. 5 into 2 is equal to 10 എന്ന് എഴുതാം. ആൻഡ് ഫൈനലി 10 into 1 is equal to 10 എന്ന് എഴുതാം അല്ലേ. സോ the factors of 10 are 1, 2, 5 and 10. Clear? The factors of 10 are 1, 2, 5 and 10. So അങ്ങനെയാണെങ്കിൽ ദാ 2 എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണ് സാർ. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ദി നമ്പർ 2 എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ 2 നമുക്ക് 1 into 2 is equal to 2 and 2 into 1 is equal to 2. Enough. ആൻഡ് നമുക്ക് 3 എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ 1 into 3 is equal to 3, 3 into 1 is equal to 3. വേറെ ഏതെങ്കിലും നമ്പർ വെച്ചിട്ട് നമുക്ക് 3 എഴുതാൻ പറ്റുമോ ഇതേപോലെ? പറ്റില്ല അല്ലേ. സോ ഈ ഒരു നമ്പേഴ്സിനെ, ഈ കാറ്റഗറി ഓഫ് നമ്പേഴ്സ്, അതായത് 2, 3, 5, 7, 11, ഓക്കെ, ഈ കൈൻഡ് ഓഫ് നമ്പേഴ്സ്, ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താ? ഈ നമ്പേഴ്സിനൊക്കെ നമുക്ക് ആ ഒരു നമ്പറും ആൻഡ് 1ഉം ആയിരിക്കും. ഓക്കെ, നമ്മൾ എടുക്കുന്ന നമ്പറും ആൻഡ് കോമൺ ആയിട്ട് ഒരു 1ഉം ഉണ്ടാവും. ഈ രണ്ട് ഫാക്ടേഴ്സ് മാത്രമേ ആ ഒരു നമ്പേഴ്സിന് ഉണ്ടാവുള്ളൂ. ദാറ്റ് കൈൻഡ് ഓഫ് നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. ഓക്കെ, പ്രൈം നമ്പർ മീൻസ് എന്താ? നമ്മൾ ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ ആ നമ്പറിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ആ ഒരു നമ്പറും ആൻഡ് 1ഉം ആയിരിക്കും. ആ ഒരു നമ്പറും 1ഉം ആയിരിക്കും. സോ 2, 3, 5, 7, 11, 13, 17, 19, 23, 29. ഈ നമ്പർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഈ നമ്പേഴ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താ? ഈ നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു നമ്പറും ആൻഡ് 1ഉം ആയിരിക്കും. ക്ലിയർ? അപ്പോ ഇത് ഈ ഒരു കൈൻഡ് ഓഫ് നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ്. ഓക്കെ, സോ ഒരു നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ മീൻസ് എന്താ? ആ ഒരു നമ്പറിനെ ഈ പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഒരു ചെയിൻ പോലെ പോവാൻ. ഓക്കെ, സോ 2025 എന്ന് പറയുന്ന നമ്പറാണ്. സോ 2025നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് 2025 ഒരു ഈവൻ നമ്പർ അല്ല അല്ലെ. ലാസ്റ്റ് 2, 5 ഉണ്ട്. സോ അതൊരു ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 പോസിബിൾ അല്ല. സോ നെക്സ്റ്റ് നമ്പർ ആയിട്ടുള്ള 3 എടുത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. 2025നെ നമുക്ക് എന്ത് ചെയ്യാം? 3 യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. ആൻഡ് അതിലും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 5 അല്ലേ കുറച്ചുകൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. 25 ലാസ്റ്റ് ഉണ്ട്. സോ എന്തായിരിക്കും? 5 ആയിരിക്കും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് 3 വെച്ച് ചെയ്താലും കിട്ടും ആൻഡ് 5 വെച്ച് ചെയ്താലും കിട്ടും. 2 യൂസ് ചെയ്താലും എന്ത് കിട്ടില്ല? പ്രൈം ഫാക്ടറൈസ് മീൻസ് നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബിക്കോസ് 2025 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആണ്. ദാറ്റ്സ് വൈ. ഓക്കെ, സോ 2025 ഡിവൈഡഡ് ബൈ 5. ഇങ്ങനെ ഈ ഒരു ചെയിൻ ഓർമ്മയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ 2025നെ സാർ എന്ത് ചെയ്യാൻ പോവാ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് ഡിവൈഡ് ചെയ്തേ. 20ല് 4 and 2ല് 5 ഇല്ല, മുകളിൽ 0 ഇട്ടു ആൻഡ് 5 താഴേക്ക് എഴുതി അഗെയിൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 25ല് 5. സോ 405 ആണ് നമുക്ക് എന്ത് കിട്ടിയേ? 2025നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ അല്ലെ. ആൻഡ് അഗെയിൻ 405 അല്ലെ. 405 എന്ന് പറയുന്ന നമ്പർ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം അല്ലെ. എങ്ങനെയാ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 405ന് 4ല് പോവില്ല, 40ല് 8 ടൈംസ് പോവും അല്ലെ. 8 ടൈംസ് പോവും. 5ല് 5 1 ടൈം. സോ 81 വന്നു. 81 ടൈംസ് വന്നു അല്ലെ. ഇനി 81നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 81നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. 81 ആണ് അല്ലെ. ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. 1നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ നമുക്ക് ഏത് നമ്പർ ചൂസ് ചെയ്യാൻ വേണമെങ്കിൽ
3 ചൂസ് ചെയ്തൂടെ? നെക്സ്റ്റ് പ്രൈം നമ്പർ ആയിട്ടുള്ള നമ്മൾ ഫസ്റ്റ് 2 മുതൽ സ്റ്റാർട്ട് ചെയ്യുക. 2 പറ്റുന്നില്ലെങ്കിൽ 3 എടുക്കുക, 3 പറ്റുന്നില്ലെങ്കിൽ 5 എടുക്കുക. ചില റെയർ കേസസിൽ മാത്രം എന്ത് ചെയ്യുക? 2025 ആണെങ്കിൽ നമ്മൾ എന്താ 3 എടുത്തില്ല, ഫസ്റ്റ് തന്നെ 5 എടുത്തു. എന്തുകൊണ്ടാ? അപ്പൊ നമുക്ക് വേഗം ഡിവൈഡ് ചെയ്ത് ദെൻ നമ്മുടെ കോഷ്യന്റ് എന്താ ചെറുതായി വരും. അറ്റ് ദി സെയിം ടൈം 2025 നമുക്ക് ഈസി ആയിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും പറ്റും അല്ലെ? അതുകൊണ്ട് നമ്മൾ 5 ചൂസ് ചെയ്തു. ഓർ നിങ്ങൾക്ക് 3 ചൂസ് ചെയ്യാം. ആരോ നോ 2025 ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2ൽ 5 പോവില്ല, അപ്പൊ നമ്മൾ 20 എടുത്തു. ഓക്കെ, 20ല് 5 എത്രയാ? 4 ടൈംസ്. സോ 4 മുകളിൽ എഴുതി. 4 into 5. ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഫസ്റ്റ് മുതൽ ചെയ്യണോ? ദെൻ 20 എഴുതി. അപ്പൊ സാറിന് എന്ത് കിട്ടി? 0 അല്ലെ? 0 വന്നു, 0 എഴുതി. ഇനി എന്ത് ചെയ്യുന്നു? 2 താഴേക്ക് എഴുതുന്നു. ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ എഴുതാം, അതായിരിക്കും നല്ലത്. ടൂവിൽ 5 പോവില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 20 എടുത്തു. 20ല് 4 ടൈംസ് 20 അല്ലെ? 20 - 20 is 0. ഓക്കെ, 20 - 20 is 0. ആൻഡ് എന്ത് ചെയ്തു നമ്മൾ? നെക്സ്റ്റ് 2 താഴേക്ക് എഴുതാണ്. 2ല് എന്തുണ്ട്? 5 ഉണ്ടോ? 2ൽ 5 ഉണ്ടോ? നോ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂമറേറ്റ് മീൻസ് മുകളില് 0 ഇട്ട് കൊടുക്കുന്നു അല്ലെ? ദെൻ എന്ത് ചെയ്യുന്നു? താഴേക്ക് ഈ 5 ഇറക്കി എഴുതുന്നു. ഓക്കെ, ദെൻ 25ൽ 5 ടൈംസ്. ദെൻ 5 into 5 is 25. 0. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 405 into 5 ചെയ്യുമ്പോൾ 2025 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 5 0 0 0 plus 2 is 2. 2025. Clear? Okay. And so 81 അല്ലെ? 81 divided by നമുക്ക് എന്ത് ചെയ്യാം? 3 ചെയ്യാം. 81 divided by 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? Okay, നമ്മൾ 2 പോസിബിൾ അല്ല എന്ന് പറഞ്ഞു. 81 is not an even number. So 81 by 3 എന്ത് വന്നു? 8ല് 3 2 ടൈംസ് 6 ആണ്. ദെൻ റിമൈൻഡർ 2. 2ൽ 3 ഇല്ല, സോ 1 നമ്മൾ താഴേക്ക് എഴുതുന്നു. 21ല് 7 ടൈംസ്, സോ 21 again 0 അല്ലെ? നമുക്ക് എന്ത് കിട്ടി? 327 അല്ലെ? 327. ആൻഡ് അഗെയിൻ 27 is not an even number. So 2 നമുക്ക് പോസിബിൾ അല്ല. അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? 3 എടുക്കാം. 27 by 3 നമുക്കറിയാം എന്താ? 9 ആണ്. 9 into 3 is 27. 9 എഴുതുന്നു. 9 3 and 3. Clear? And last final step ആണ് 1. നമുക്ക് ലാസ്റ്റ് 1 വരുന്ന വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാക്ടേഴ്സ് കണ്ടുപിടിക്കും അല്ലെ? അപ്പൊ നമുക്ക് എന്താ 2025 എന്ന് പറയുന്ന നമ്പർ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? (2025) is equal to 5 into 5 into 3 into 3 into 3 into or 3. Clear ആയോ? Or simply we can write 5 square into 3 raised to 4. 5 square into 3 raised to 4. So the prime factors of 3 are നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 5 square into 3 raised to 4. ക്ലിയർ ആയോ? ഓക്കെ, സോ ഇന്നത്തെ ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആയി. നമ്മൾ എന്താ ഫസ്റ്റ് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഡേ ആണ്. ആൻഡ് ഫസ്റ്റ് നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് എന്താന്ന് പഠിച്ചു. ആൻഡ് സ്ക്വയർ നമ്പേഴ്സിനെ എങ്ങനെയാണ് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാന്ന് പഠിച്ചു. പിന്നെ എന്താ പഠിച്ചേ?
പിന്നെന്താ നമ്മൾ പഠിച്ചേ? സ്ക്വയർ നമ്പേഴ്സ് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു. ദെൻ ഇപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് പഠിച്ചു. ഓക്കെ, സോ നാളെ നിങ്ങൾ 1 to 20 വരെയുള്ള പ്രൈം ഫാക്ടർ ദെൻ സ്ക്വയർ നമ്പേഴ്സ് ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പുകളിൽ നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് കാര്യങ്ങളിലേക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ആൻഡ് നീരജ് എക്സാം ആക്ടിവേറ്റഡ് ആണ് കേട്ടോ, മോളെ എക്സാം എഴുതാം. ഓക്കെ, വേറെ ഡൗട്ട്സ് ഉണ്ടോ? വേദ, ആരവ്, നീരജ ഇല്ല? ഓക്കെ, ഫൈൻ. സോ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. ആൻഡ് ടിൽ ദെൻ ബൈ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ.